NDA സഖ്യത്തിൽ BJP 81 സീറ്റുകൾ വരെ നേടി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകും. ഇന്ത്യ മുന്നണി 93 മുതൽ 112 വരെ സീറ്റുകളിൽ വിജയിക്കാൻ സാധ്യതയുണ്ടെന്നും അഭിപ്രായ സർവേ ചൂണ്ടിക്കാട്ടുന്ന വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, NDA ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഊർജം പകരുന്ന ഒരു സർവേ റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. മറ്റ് വിവരങ്ങൾ എന്തെല്ലാമാണ്? നിലമ, ബീഹാറിൽ ഒന്നാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്നതിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. 121 മണ്ഡലങ്ങൾ ആദ്യഘട്ടത്തിൽ പോളിംഗ് ബൂത്തിലേക്ക് എത്തും. ഇവിടെ പ്രചാരണം അവസാനിക്കാൻ ഇനി 3 ദിവസങ്ങൾ മാത്രം ബാക്കിയുണ്ട്. അതിനിടയിലാണ് അഭിപ്രായ സർവേകൾ പുറത്തു വരുന്നത്. ഇപ്പോൾ ടൈംസ് നൗവിൻ്റെ അഭിപ്രായ സർവേ ഇന്ന് പുറത്തു വന്നതിൽ സൂചിപ്പിക്കുന്നത് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDA ഭരണ തുടർച്ച നേടും എന്നുള്ളതാണ്. 120 മുതൽ 140 വരെ സീറ്റുകൾ, 243 അംഗ ബീഹാർ നിയമസഭയിൽ 122 എന്ന മാജിക് നമ്പർ ആര് കടക്കും എന്നുള്ളതാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാറും ദേശീയ രാഷ്ട്രീയവും ഉറ്റുനോക്കുന്നത്. അതിനിടയിൽ ടൈംസ് നൗവിൻ്റെ അഭിപ്രായ സർവേ വ്യക്തമാക്കുന്നത് 120 മുതൽ 140 വരെ സീറ്റുകൾ നേടിക്കൊണ്ട് NDA ഭരണ തുടർച്ച നേടും എന്നുള്ളതാണ്. അതിൽ തന്നെ 81 വരെ സീറ്റുകൾ നേടിക്കൊണ്ട് സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി BJP വളരും എന്നുള്ളതാണ്. ബീഹാറിൻ്റെ ഒരു രാഷ്ട്രീയ ചരിത്രം, തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിക്കുമ്പോൾ BJPയുടെ ഒരു വളർച്ച 2015 മുതലുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കും. 2020 സംസ്ഥാനത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഒറ്റകക്ഷിയായി ഇപ്പോൾ അഭിപ്രായ സർവേകൾ സൂചിപ്പിക്കുന്നത് 2025 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 81-ലധികം സീറ്റുകൾ നേടിക്കൊണ്ട് BJP ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകും എന്നുള്ളതാണ്. ഒപ്പം ഇന്ത്യ സഖ്യം, കോൺഗ്രസും RJDയും ഇടത് പാർട്ടികളുമെല്ലാം ചേരുന്ന ഇന്ത്യ സഖ്യം പരമാവധി 112 വരെ സീറ്റുകൾ നേടാൻ സാധ്യതയുണ്ട് എന്ന കാര്യം കൂടി അഭിപ്രായ സർവേ വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം ഈ JDU അതിൽ വലിയ മെച്ചമുണ്ടാക്കും. ഇന്ത്യ മുന്നണിക്കുള്ളിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടുക RJD ആകും എന്ന കാര്യം കൂടി വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം NDA മുന്നണിയിൽ JDU 42 മുതൽ 48 വരെ സീറ്റുകളും LJP 5 മുതൽ 7 വരെ സീറ്റുകൾ നേടും. ജൻസുരാജ് പാർട്ടി, പ്രശാന്ത് കിഷോറിൻ്റെ ജൻസുരാജ് പാർട്ടി 1-2 സീറ്റുകൾ മാത്രം നേടാനേ സാധ്യതയുള്ളൂ എന്ന കാര്യവും അഭിപ്രായ സർവേ വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും പ്രചാരണം അതിശക്തമാണ്. ഇത്തവണ BJP JDU സഖ്യവും RJDയും തമ്മിലുള്ളൊരു മത്സരം. മുന്നണി എന്ന് നമ്മൾ വ്യക്തമാക്കുമ്പോഴും ഇന്ത്യ മുന്നണി എന്ന് പറയുമ്പോൾ പോലും ആ മുന്നണിക്കുള്ളിൽ RJD വളരെ സ്ട്രോങ് ആണ്. അവർ വളരെ കൃത്യമായിട്ടുള്ള ഗോപാൽഗഞ്ചും ഒപ്പം ലാലു പ്രസാദ് യാദവിന് മുൻപ് സ്വാധീനമുണ്ടായിട്ടുള്ള മേഖലകൾ, പ്രത്യേകിച്ച് മുസ്ലിം ഭൂരിപക്ഷ മേഖലകൾ, ഇവിടങ്ങളിൽ അതിശക്തമായൊരു പ്രചാരണത്തിന് ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് BJP JDU സഖ്യവും RJDയും തമ്മിലുള്ളൊരു മത്സരമായി ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. അതിശക്തമായ പ്രചാരണം മുൻപോട്ട് പോകുമ്പോഴാണ് NDA സഖ്യം ഭരണ തുടർച്ച നേടും എന്ന അഭിപ്രായ സർവേ പുറത്തു വന്നത്. ഒപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീണ്ടും ബീഹാറിലെത്തുന്നുണ്ട്. പട്നയിൽ അദ്ദേഹം റോഡ് ഷോ നടത്തും. വൈകിട്ട് 4 മണിയുടെ മെഗാ റോഡ് ഷോയിൽ 10,000-കണക്കിന് പ്രവർത്തകർ പങ്കെടുക്കും, ജനങ്ങൾ പങ്കെടുക്കുമെന്നുള്ളതാണ് BJP അറിയിച്ചിട്ടുള്ളത്. അതിൻ്റെ തയ്യാറെടുപ്പുകൾ പുരോഗമിക്കുകയാണ്. പട്ന ഉൾപ്പെടെ നഗരപ്രദേശങ്ങൾ ഉൾപ്പെടുന്ന മേഖലയിലാണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. 121 മണ്ഡലങ്ങളിൽ. രണ്ടാം ഘട്ടം ഈ മാസം 11-ാം തീയതി 122 മണ്ഡലങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തും. ഈ മാസം 14-നാണ് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം. നീലിമ, ജിഷ്ണുവാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. NDA ക്യാമ്പിന് വലിയ ഉണർവേകുന്ന വാർത്തയാണ് പുറത്തുവന്നത്. ടൈംസ് നൗവിൻ്റെ സർവേയാണ് പുറത്തുവന്നത്. 140 സീറ്റുകളിൽ വരെ NDA വിജയിച്ചേക്കുമെന്ന സർവേ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്.